നമ്മൾ ആൾക്കാരെ കാണുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ നമ്മൾ പുതിയ ആൾക്കാരെ പരിചയപ്പെടുമ്പം നമ്മൾ കൈ കൊടുക്കും അല്ലേ? നമ്മൾ ഷെയ്ക്ക് ഹാൻഡ് എന്ന് പറയുന്ന സംഗതി. ഈ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും മര്യാദയുണ്ടോ? എന്തെങ്കിലും നമുക്ക് പ്രത്യേക തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യണം? എന്താണ് അതിൻ്റെ മര്യാദ? ഇതാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക്. ഞാൻ 1990 തൊണ്ണൂറിൻ്റെ എൻഡിലോ 91 ഞാൻ സൗദി അറേബ്യയിലെത്തി. ഞാൻ ഡൽഹി 2 വർഷം വർക്ക് ചെയ്ത്, ഏകദേശം 1.5 വർഷം വർക്ക് ചെയ്ത്, എന്നിട്ട് ഡൽഹിയിൽ നിന്ന് ഞാൻ സൗദി അറേബ്യയിൽ വന്നു. അപ്പോൾ നമ്മൾ കേരളത്തിൽ പിറന്ന ആൾക്കാരാണ്, നമ്മൾ കേരളത്തിൽ വളർന്ന ആൾക്കാരാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു പുതിയൊരു രാജ്യത്തേക്ക് സൗദിയിലേക്ക് വന്ന്, അപ്പോൾ അവിടുത്തെ കൾച്ചറ് കാര്യങ്ങൾ ഇത് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നതും എക്സ്പീരിയൻസ് ചെയ്യുന്നതും പിന്നെ പഠിക്കുന്നതും മനസ്സിലാക്കുന്നതൊക്കെ അല്ലേ? അപ്പോൾ അവിടെ വന്നപ്പോൾ സംഭവിച്ച ഒരു കാര്യമാണ് എനിക്ക് ഇന്ന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. നമ്മളിപ്പം ഞാൻ ആലപ്പുഴക്കാരനാണ്. ഇപ്പം നമ്മൾ കേരളത്തിൽ ഇപ്പം ഞാൻ ഓർമ്മ വെച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ പുറകോട്ട് പോയിട്ട് ആലോചിക്കുകയാണെങ്കിൽ എനിക്ക് അറിയാവുന്നത്, ഇപ്പം ഞാനൊരു സ്ഥലത്ത് പോവുകയാണ്, ഞാൻ വഴിയിൽ നടക്കുകയാണ്. ഓക്കെ, അങ്ങനെ നടന്നു പോകുമ്പം ഞാനൊരു 4 ആൾക്കാരെ നിൽക്കുന്നത് കണ്ട്. ആ 4 ആൾക്കാരിൽ ഒരാളെ എനിക്ക് പരിചയമുണ്ട്, എൻ്റെ ഫ്രണ്ടാണ്. ബാക്കി 3 ആൾക്കാരെ എനിക്ക് പരിചയമില്ല. അപ്പോൾ ഈ 4 ആൾക്കാർ നിൽക്കുന്നിടത്ത് ഞാൻ നേരെ പോയിട്ട് എൻ്റെ ഫ്രണ്ടിന് ഞാൻ കൈ കൊടുക്കും. അയാളുടെ അടുത്ത് ഞാൻ സലാം പറയും, സംസാരിക്കും, എന്നിട്ട് ഞാൻ പോവും. ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെയാണോ എല്ലാവരും നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇപ്പം പരിചയമില്ലാത്ത ആൾക്ക് നമ്മൾ കൈ കൊടുക്കാറില്ല. നമ്മൾ പരിചയമുള്ള ആൾക്കാർ ഒരു കൂട്ടത്തിൽ നിൽക്കുകയാണെങ്കിലും ആ പരിചയമുള്ള ആൾക്ക് മാത്രമേ നമ്മൾ കൈ കൊടുക്കുകയുള്ളൂ. അങ്ങനെയാണ് ഞാൻ ചെയ്തിരുന്നത്. ഓക്കെ, ഒരുപക്ഷെ തെറ്റായിരിക്കാം. എനിവേ, അത് തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായത് സൗദിയിലെത്തിയപ്പോഴാണ്. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഞാൻ ജിദ്ദയിൽ താമസിക്കുന്ന സമയത്ത് ആദ്യത്തെ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ, ആ കമ്പനി ഒരു ജോലി സംബന്ധമായ ഒരു ആവശ്യത്തിന് എന്നെ ഒരു സിറ്റി സെൻറ്ററിലുള്ള ഒരു ബിൽഡിങ്ങിൽ, ഒരു വലിയ ബിൽഡിങ്ങിൽ, അതിനകത്ത് മുകളിലത്തെ നിലയിൽ ഉള്ള ഒരു കമ്പനിയെ അവിടുത്തെ ആൾക്കാരെ പോയി കാണാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പോകാറുണ്ടായിരുന്നു. ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റും പ്രോഗ്രാമിംഗ് ഒക്കെ ആയിട്ട് ഞാൻ അവരെ പലപ്പോഴും പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ കമ്പനി ഒരു ഹോൾസെയിൽ ബിസിനസ്സാണ് അവരുടെ. പ്രായമുള്ള ഒരു കക്ഷി അവിടെ ഉണ്ട്. പ്രായമുള്ള ഒരു അതിൻ്റെ ഉടമസ്ഥൻ പ്രായമുള്ള ആളാണ്. പിന്നെ മുതിർന്ന അയാളുടെ മക്കൾ, അവരാണ് കമ്പനി ഓടിക്കുന്നത്. പക്ഷേ ഈ മുതിർന്ന പ്രായമുള്ള അയാളാണ് അവിടുത്തെ ഓണർ. അയാൾ അവിടെ എപ്പോഴും ഉണ്ടാവും. കൂടാതെ ഒരു ഇന്തോനേഷ്യ എന്നുള്ള ഒരു ടൈപ്പിസ്റ്റും അക്കൗണ്ടൻ്റൊക്കെ ആയിട്ട് അങ്ങനെ ഒരാളുണ്ട്. അപ്പം ഞാൻ പലപ്പോഴും അവിടെ പോയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ അവരുടെ അടുത്ത് ആ കമ്പനിയിൽ പോയി. ബലദ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ബലദ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ സിറ്റി സെൻറ്ററാണ്. മെയിൻ ജിദ്ദയുടെ ആ സമയത്ത് ഈ 90കളുടെ തുടക്കത്തിൽ ഈ ബലദാണ് ജിദ്ദയുടെ ഏറ്റവും വലിയ ഒരു കൊമേഴ്ഷ്യൽ കേന്ദ്രമാണ്, സെൻറ്ററാണ്. നാട്ടിൽ പോകുന്ന ആൾക്കാരൊക്കെ ഗിഫ്റ്റ് വാങ്ങിക്കാനും ഇലക്ട്രോണിക്സ് വാങ്ങിക്കാനും തുണി വാങ്ങിക്കാനും ഷൂ വാങ്ങിക്കാനും പെട്ടി വാങ്ങിക്കാനും എല്ലാം വരുന്നത് ബലദിലാണ്. ബലദിൽ പല കടകളുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ഈ കോർണേഷൻ എന്ന് പറയുന്നൊരു ബിൽഡിങ്ങിലാണ് ഇവരുടെ ഓഫീസ് മോളിൽ. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം അവിടെ കയറി ചെന്നപ്പം സാധാരണ കാണാത്ത ഒരു സംഭവം, അവിടെ അവരുടെ ഹാളിൽ കയറുമ്പോൾ വിസിറ്റിംഗ് റൂം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു 10-15 ആൾക്കാരെങ്കിലും ഏറ്റവും കുറഞ്ഞിരിപ്പുണ്ട്. എല്ലാവരും ഈ മതിലിനോട് ചേർത്ത് ചെയർ ഇങ്ങനെ ഒരു എൽ ഷേപ്പിൽ ഇട്ടിട്ടുണ്ട്. കുറേ അധികം ആൾക്കാർ അവിടെ ഇരിക്കുന്നു. അപ്പോൾ ആൾക്കാരെ ഒന്നും എനിക്ക് പരിചയമില്ല. ഇതൊക്കെ പുതിയ ആൾക്കാരാണ്. ഇത് എന്തോ അവരവിടെ ആവശ്യത്തിന് വന്നതാണ്, എന്താ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കയറി ചെല്ലുമ്പോൾ നമ്മുടെ ഈ പ്രായമുള്ള വൃദ്ധനായ ഉടമസ്ഥൻ അറബി, അയാൾ നടുവിലിരിപ്പുണ്ട്. അതായത് ഈ ചെയർ ഇട്ടിരിക്കുന്നതിൻ്റെ ഏകദേശം ഒത്ത നടുവിൽ ചെയറിൽ അയാൾ ഇരിപ്പുണ്ട്. ഈ ചെയറെല്ലാം ഇട്ടിരിക്കുന്നത് ഈ മതിലിനോട് ചേർത്താണ്. അപ്പോൾ ഒരു ചെയറിൽ അയാൾ ഇരിപ്പുണ്ട്.
ഞാൻ കയറി ചെന്നപ്പം ഇത് കാണുന്ന 10-15 ആൾക്കാരെ കാണുന്നു. ഈ നമ്മുടെ ഓണർ, എനിക്ക് പരിചയമുള്ള ഒരാൾ, അയാളെ മാത്രമേ എനിക്ക് പരിചയമുള്ളൂ. അയാൾ അവിടെ ചെറിയിരിപ്പുണ്ട്. ഞാൻ നേരെ അയാളടുത്ത് പോയിട്ട് കൈ കൊടുത്തു. നമ്മുടെ നാട്ടിൽ ഞാൻ ചെയ്യുന്നത് പോലെ, അതായത് പരിചയമുള്ള ആൾക്കാർക്ക് കൈ കൊടുക്കുന്നത് പോലെ അയാൾക്ക് കൈ കൊടുക്കാൻ നേരെ പോയി ഞാൻ കൈ നീട്ടി. കൈ നീട്ടിയപ്പോൾ അയാൾ ഭയങ്കരമായ ദേഷ്യത്തിൽ എൻ്റെ അടുത്ത് പറഞ്ഞ്, സ്റ്റാർട്ട് ഫ്രം ദ റൈറ്റ്, വലതുവശത്ത് തുടങ്ങ്. അതായത് ഈ ആൾക്കാർ 10-15 ആൾക്കാരിരിക്കുന്ന അതിൻ്റെ എൻ്റെ വലതുവശത്ത് ആരാണോ മുമ്പിൽ ആദ്യം ഇരിക്കുന്നത് അവിടെ നിന്ന് തുടങ്ങി ഓരോരുത്തരായിട്ട് എല്ലാവർക്കും ഷേക്കൻഡ് കൊടുത്ത് ഇയാൾക്കും കൊടുത്ത് അവസാനമുള്ള ആൾ വരെ കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഒരു സംഗതി എനിക്കറിയില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവരുടെ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് അയാളങ്ങനെ പറഞ്ഞു. എനിക്കതൊരു നാണക്കേടായി തീർച്ചയായിട്ടും. പക്ഷെ ഒരു വലിയൊരു പാഠം പഠിച്ച് അത് കഴിഞ്ഞിട്ട് എവിടെ പോയാലും ഇന്ന് വരെ, ഇത് നടക്കുന്നത് 1991-92 സമയത്താണ്. ആ സമയത്താണ് അവിടെ എത്തുന്നത്, ആ സമയത്താണ് ഇത് സംഭവിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇന്ന് 2026 ഇപ്പം ആരെ കണ്ടാലും, ഒരു ഗ്രൂപ്പിനെ കണ്ടാൽ ഓട്ടോമാറ്റിക്കലി ഞാൻ വലതുവശത്ത് തുടങ്ങും. അന്ന് എല്ലാവർക്കും കൊടുക്കും, എല്ലാവർക്കും സലാം പറയും, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് പറയും, എന്താണെന്ന് വെച്ചാൽ വിഷയം ചെയ്യും. അപ്പോൾ ഈ ഒരു സംഗതി അറബികൾക്കിടയിൽ വലിയൊരു പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഒരാളെ ഷേക്കൻഡ് കൊടുത്ത് ബാക്കിയുള്ള ആൾക്കാരെ നമ്മൾ അവോയ്ഡ് ചെയ്താൽ, അവരെ നമ്മൾ കൈ കൊടുക്കാതിരുന്നാൽ അത് വലിയൊരു ഇൻസൾട്ടായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഷേക്കൻഡ് കൊടുക്കണമെന്നുള്ള രീതി ഒരു ബുദ്ധിമുട്ടി നാണക്കെട്ടാണെങ്കിലും ഒരു വലിയൊരു പാഠം അതിൽ നിന്ന് പഠിച്ചു. അത് നമുക്കും നമ്മുടെ നാട്ടിലും എല്ലായിടത്തും ഒരു നല്ല കാര്യമാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, 4 പേര് നിൽക്കുമ്പോൾ ഒരാൾക്ക് ഷേക്കൻഡ് കൊടുത്ത് പോയാൽ നമ്മൾ ആ ബാക്കിയുള്ള 3 പേരെ പരിചയപ്പെടാനോ അല്ലെങ്കിൽ അവരാരാണെന്ന് മനസ്സിലാക്കാനോ അവരുമായിട്ടൊരു സൗഹൃദ ബന്ധം സ്ഥാപിക്കാനോ നമുക്കൊരു ഊഴം നമുക്കവിടെ നഷ്ടമായി. അപ്പോൾ ഈ ഒരു സംഗതി നമുക്ക് നല്ലൊരു കാര്യം അവിടെ നിന്ന് ഇവരുടെ അവരുടെ സംസ്കാരത്തിൽ നിന്ന് ഞാൻ പഠിച്ചു. അത് നമുക്ക് പ്രായോഗത്തിൽ കൊണ്ടുവരാം എന്ന് വിചാരിച്ച് അതാണ് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.